ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് കോഴിക്കോട് ലുലു മാളൊക്കെ ഒന്ന് പോയി കണ്ടു വന്നിട്ടോ. സിനുവേട്ടന് 2 ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ നേരെ പ്ലാൻ മാറ്റിയിട്ട് നേരെ കോഴിക്കോട് പോയി ലുലു മാളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചിട്ടോ. അവിടെ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങാനല്ല, വെറുതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കണ്ട് അവിടെ ഒരുപാട് കറങ്ങിയൊക്കെ വരുമ്പം ഞങ്ങൾ കുറച്ച് ഫറോക്ക് എത്താനായപ്പം അവിടെ നല്ലൊരു മന്തീൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണേ. അപ്പോൾ ഞങ്ങൾ മന്തിക്ക് ഓർഡർ ചെയ്തിന്. അപ്പോൾ ഇതാ മന്തിയൊക്കെ വാങ്ങി നന്ദുമോൾക്കുള്ളത് വിളമ്പി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നന്ദുമോൾക്ക് തന്നെ ആദ്യം വിളമ്പി കൊടുക്കാന്ന് വെച്ചാൽ നന്ദുമോളാണ് വീഡിയോ എടുക്കുന്ന ആൾ. അപ്പോൾ അവൾക്ക് ആദ്യം കൊടുത്തില്ലെങ്കിൽ പിന്നെ പ്രശ്നമാവില്ലേ. അപ്പം മന്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല കട്ട വെയിറ്റിങ്ങിൽ കേട്ടോ. കാരണം ഞാനൊരു മന്തി ഫാനാണ്, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതാ മന്തിയൊക്കെ അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മന്തി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഈ മന്തി തിന്നണതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഞാൻ മന്തി തിന്നിരിക്കും. അപ്പം നന്ദുമോൾ ഇവിടെ മയോനൈസിലൊക്കെ ചിക്കനൊക്കെ എടുത്ത് കുഴച്ചടിക്കുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ട്. അപ്പോൾ ഈ മന്തി അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ സൂപ്പർ ഫാൻറ്റാസ്റ്റിക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആ ഡയലോഗൊന്നും പറയാൻ എനിക്ക് കൂടുതൽ അറിയില്ല, എന്നാലും അടിപൊളി. അപ്പോൾ അതവിടെ ഒരാൾ മന്തി കഴിക്കുന്നുണ്ട്. സിനിയാട്ടനും ഞാനും നന്ദുവാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു കൊക്കോകോള ഒക്കെ വാങ്ങി. കൊക്കോകോള വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ആ മന്തിയൊക്കെ തിന്നൊന്ന് വയറിലേക്ക് ഇറക്കണമെങ്കിൽ ഈ എന്താ പറയുക കൊക്കോകോള അത് വേണം. കൊക്കോകോള അല്ല കേട്ടോ, പെപ്സിയാണ് ഗൈസ്, പറഞ്ഞത് മാറിപ്പോയി. അപ്പോൾ പെപ്സിയൊക്കെ കുടിച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കി കൊടുക്കുന്നുണ്ട്, കാരണം ഇത് മുഴുവനൊന്ന് അങ്ങോട്ട് എത്തണമല്ലോ. അങ്ങനെ ഇതാ മയോനൈസൊക്കെ കൂട്ടി സിനുവേട്ടനും ഇവിടെ ഒരു പിടി പിടിക്കുന്നുണ്ട്. ഞാനും, എനിക്ക് മയോനൈസ് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കൂട്ടുന്നത് കണ്ടപ്പോൾ ഞാനും അത് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചിക്കനൊക്കെ ഒന്ന് കുഴച്ചപ്പം കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. എൻ്റെ പ്ലേറ്റാണ് ആ ശോചനീയ അവസ്ഥയിൽ നിങ്ങൾ കാണുന്നത്. അപ്പം നന്ദുമോളോട് വമ്പിച്ച അടിയിലാണ് കേട്ടോ. മത്സര ബുദ്ധിയോട് കൂടിയാണ് മൂന്നാളും കഴിക്കുന്നത്. കാരണം ആ പ്ലേറ്റിലുള്ള ചോറിനി ആര് വിളമ്പും എന്നുള്ള. പക്ഷേ അവരെ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് ആ മന്തി പ്ലേറ്റിലുള്ള ബാക്കി മന്തി ഞാൻ തന്നെയാണ് വിളമ്പിയത്. കണ്ടോ, ഞാനാണ് ആ പ്ലേറ്റ് ലാസ്റ്റ് വടിച്ചത്. ഞാൻ വടിക്കണത് കണ്ടപ്പോൾ സിനേട്ടൻ ഒന്നുകൂടെ ഒരു പ്ലേറ്റ് മന്തിക്കും കൂടി ഓർഡർ ചെയ്ത്, റൈസിന് മാത്രം കേട്ടോ. അപ്പം വീണ്ടും ഒരു പ്ലേറ്റ് റൈസൊക്കെ വന്നിട്ടുണ്ടേനി. അത് പിന്നെ വീഡിയോ എടുത്തോ ഇല്ലേന്ന് എനിക്ക് ഓർമ്മയില്ല. നന്ദുമോളാണ് വീഡിയോ എടുക്കണ ആൾ. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ അവളോട് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ എല്ലാവരും ഞാൻ ആ മന്തി എടുത്തേനെ എന്നെ കളിയാക്കിയപ്പോൾ ഞാനും കൂടെ ഇരുന്ന് ചിരിച്ച്. പക്ഷേ ചോറ് ഞാൻ വിട്ടുകൊടുക്കൂല. അങ്ങനെ ഒരു